ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇന്നത് ഞാനും ബാവ ചേച്ചാനും കൂടി ഒരു ഹൗസ് ഹണ്ടിങ്ങിന് പോയതാണ് കേട്ടോ. ഇപ്പം മെയിൻ പരിപാടി ഹൗസ് ഹണ്ടിങ് ആണല്ലോ. അങ്ങനെ ഒരു 5-6 ഹൗസ് ഹണ്ടിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ടയേർഡായിട്ട് നമ്മളിത് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. വാവച്ചി ഉറക്കമായിട്ടോ ടയേർഡായിട്ട്. അപ്പം നല്ല ചൂടുള്ള സമയമാണല്ലോ ഇപ്പം. അതുകൊണ്ട് നമ്മൾ കുറേ വെള്ളമെല്ലാം കുടിച്ചു പോയി ഹൗസ് ഹണ്ടിങ് കഴിഞ്ഞപ്പോഴത്തേക്കും. ഇന്ന് ഏകദേശം വീടൊക്കെ ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഹൗസ് ഹണ്ടിങ് എന്ന് പറയുന്നത് ഇത്തിരി സുഖമുള്ള പരിപാടിയല്ല, ഒരു മെനക്കേടാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ ഇന്ന് കുറച്ച് സന്തോഷത്തോടെയാണ് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഏകദേശം വീടൊക്കെ ശരിയായിട്ട് നമ്മളിതാ തിരിച്ച് പോകുന്ന വഴിയാണ് കേട്ടോ. ഇതേത് കണ്ടോ ബുർജ് ഖലീഫ? കാണാത്തവർക്കാണ് കാണിച്ചു തന്നത്. അപ്പോൾ ശരി, ഇനി ഞാൻ കുറച്ച് വീടൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ കുറച്ച് വീടൊക്കെ കണ്ടല്ലോ, അപ്പോൾ ആ വീടൊക്കെ ഇനി ഞാൻ കാണിച്ചു തരാം. ഇതൊരു 1 BHK ബെഡ്റൂമാണ് കേട്ടോ. നമ്മളിപ്പോൾ നോക്കുന്നത് 1 BHK തന്നെയാണ്. ഈ വീട് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താണെന്ന് വെച്ചാൽ നല്ല വെളിച്ചം ഉള്ളിലോട്ട് അടിക്കുന്നുണ്ട്. അതേപോലെ നല്ല വൃത്തിയായിരുന്നു കേട്ടോ. അവർ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടാണ് ഈ വീട് നമ്മളെ കാണിച്ചത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ വീട് കാണിച്ചിട്ട് നമ്മൾ ഓക്കെ എല്ലാം പറഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു ഇത് ഓൾറെഡി വേറെ ഒരാൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാണ് ഇത് കാണിച്ചതെന്ന്. അവരൊന്നും മിണ്ടിയില്ല അതിന്. ഓക്കെ, അത് ചിലപ്പോൾ അവർ ട്രിക്കായിരിക്കും. ഇവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഇപ്പോൾ ഇരുട്ടായിട്ട് തോന്നുന്നത്. പിന്നെ ഇവിടുത്തെ ഹാളിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ ഡോറ് ഇവർ ഓൾറെഡി ഫിക്സ്ഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. സാധാരണ എല്ലാ വീട്ടിൽ പോകുമ്പോഴും ഹാളിൽ ഡോറ് കാണത്തില്ലല്ലോ. അപ്പം ഇവിടുത്തെ ഹാളിൽ ഡോറൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്നാമത്തെ കാര്യം എന്തായാലും ഇത് പോയി, ഇനി നമുക്ക് വേറൊരു വീട് കാണിക്കാം കേട്ടോ. കൊള്ളാവോ? ഇഷ്ടപ്പെട്ടാ? ഇത് 2ാമത്തെ വീടാണ് കേട്ടോ. ഇത് അവർ പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് പെയിൻറ്റിങ് ഒക്കെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവിടെ അത്ര വൃത്തിയാക്കി അവർ കാണിച്ചിട്ടില്ല. ഇത് ഒരു ഹോളാണ് കേട്ടോ. സെയിം സ്ട്രക്ചറാണ് നമ്മൾ ആദ്യം കണ്ട വീടിൻ്റെ അതേ സ്ട്രക്ചറാണ്. ഒരു ഹോളും ഒരു ബെഡ്റൂമും ഒരു ടോയ്ലറ്റും ഒരു കിച്ചണും. ഇതിലും ഹാളിലും ഇതിൽ ഡോറാണ് കേട്ടോ. ഇത് 14ാമത്തെ ഫ്ലോറിലാണ് ഈ വീട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീടിനോട് താല്പര്യം തോന്നിയില്ല. പിന്നെ അതുമാത്രമല്ല, ഇതിൻ്റെ ബെഡ്റൂമിൻ്റെ വിൻഡോ എന്ന് പറയുന്നത് കുറച്ച് പൊക്കത്തിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തോട്ട് അങ്ങനെ അധികം കാണാനൊന്നും പറ്റാത്തത് കൊണ്ട് എനിക്കിത് താല്പര്യമേ തോന്നിയില്ല. അങ്ങനെ 2-3 വീട് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഫുഡ് കഴിക്കാനായിട്ട് പോകാൻ കേട്ടോ. ഭയങ്കര ടയേർഡായിപ്പോയി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഒരു വീടും കൂടെ നമ്മൾ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ആ വീടും കാണണം. പിന്നെ നമ്മൾ ഡേ ടു ഡേ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അതാണ് ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി. അങ്ങനെ ബിരിയാണി എല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മളിത് ഒരു അടുത്ത അപ്പാർട്ട്മെൻറ്റും കൂടെ കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇതും 1 BHK തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാലും സെയിം ഹാളിൽ ഡോറുണ്ട്, അതാണ് സ്പെഷ്യൽ എനിക്ക് തോന്നിയേക്കുന്നത്. അതേപോലെ വിൻഡോ ഉണ്ടല്ലോ, അടിപൊളിയാണ്. വെളിച്ചം ഉള്ളിലോട്ട് നന്നായിട്ട് കയറുന്നതുകൊണ്ട് ഹാളിലും റൂമിലും 2ലും നല്ല അടിപൊളി വിൻഡോ ആണ് കേട്ടോ. എനിക്ക് വെളിച്ചം ഉള്ളിൽ കയറി തന്നെ ഭയങ്കര ആശ്വാസമാണ്. പിന്നെ നന്നായിട്ടൊരു കിച്ചണുണ്ട്. കിച്ചണാണെങ്കിൽ നല്ല കബോർഡ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ വെളിച്ചം ഇല്ലാത്തത് കൊണ്ടാണ് ഇരുട്ടായിട്ടിരിക്കുന്നത്. പിന്നെ അടിപൊളി ഒരു ടോയ്ലറ്റും, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല ഏതാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നതെന്ന്. ഇന്നത്തോടെ നമ്മുടെ ഹൗസ് ഹണ്ടിങ് പരിപാടി തീർന്നു കേട്ടോ. അപ്പം ഇനി ഹൗസ് ഹണ്ടിങ് വ്ളോഗായിട്ട് ഇനി വരുന്നതായിരിക്കത്തില്ല. അപ്പം ഇനി നെക്സ്റ്റ് അടിപൊളി വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവർക്കും അതുവരെ ടാറ്റാ, ബൈ.